ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ പ്രാർത്ഥന? ഞാൻ ചൊല്ലാം ബ്രോ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम राम हरे हरे. वञ्चाकल्पतरूपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्त वृंद. जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्त वृंद. हरे कृष्णा. दिव्യം തത്സത്. ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 17 ശ്ലോകം 226 226 വരെയാണ് നമ്മൾ വായിച്ചു നിർത്തി. ഓക്കെ. അതിനു മുൻപ് ഞാൻ ഇന്ന് പഴയതൊക്കെ വായിക്കുകയായിരുന്നു. അപ്പോ 166-ാമത്തെ ശ്ലോകമുണ്ട്, പേജ് 784. കണ്ടായിരുന്നോ? ആ. അതിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിന്റെ ട്രാൻസ്ലേഷനിൽ. ഗോക്കളെ വധിക്കുന്നവർ പശുവിന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ അത്രയും സംവത്സരങ്ങൾ നരകീയ ദുരിതം അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നു. ആ. വാസ്തവത്തില് ബംഗാളി വായിച്ചപ്പോഴും ഒരു സംശയം തോന്നി. അപ്പൊ പെട്ടെന്ന് ഇംഗ്ലീഷ് നോക്കിയപ്പോ അവിടെ ഒരു സഹസ്ര എന്നുള്ളൊരു തൗസൻഡിന്റെ ഫാക്ടർ ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ട്രാൻസ്ലേഷൻ മിസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ മേജർ ഓ. എററാണത്. അപ്പോ ഇൻഡു തൗസൻഡിന്റെ കണക്കാണ് വരുന്നത്. ഉം. അത്രയും 1000 സംവത്സരങ്ങൾ ഒരു ചേരൻ. ഉം. ആ. ആക്ച്വലി നമ്മളിത് ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇല്ല ഇല്ല, ഡിസ്കസ് ചെയ്തിരുന്നില്ല, വായിച്ചു പോയുള്ളൂ. ഇത് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഈ 166 തൊട്ട് 200 ഡിസ്കസ് ചെയ്തായിരുന്നോ അത്? ആ, ഡിസ്കസ് ചെയ്തില്ല, ജസ്റ്റ് ജനറൽ ഒരു നോർമൽ ഡിസ്കഷൻ. ഇതൊക്കെ പറഞ്ഞു പോയി, ഇത്രയും രോമങ്ങളുടെ ഇത് ഇത്രയും, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. വലിയ ഡിസ്കഷൻ പ്രഭു ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒരു ആ, ഡിസ്കസ് ചെയ്താൽ നല്ലതാണ്. അപ്പൊ അത്രയും 1000 എന്ന് ചേർക്കാം അല്ലെ? 1000 എന്ന് ചേർത്താൽ മതി അല്ലേ? അത്രയും 1000 സംവത്സരങ്ങൾ. മനസ്സിലാവൂ? ആ സഹസ്രയാണ് ഇവിടെ വരാത്തത് അല്ലെ? ഉം. മത്സരം വന്നു. ആ, ശരിക്കും അർത്ഥത്തിൽ കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ എത്ര എത്ര തെറ്റുകൾ നമ്മൾ മിസ് ചെയ്യുന്നു എന്നൊരു. അതെ അതെ, അതൊരു ഇതാണ്. അല്ലെ പിന്നെ ഒറിജിനൽ ഇതൊന്നും എടുത്ത് നോക്കണം. ഒരു BBT വർക്കാണിത്. ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത ആ ഒരു വെർഷനകത്ത് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. ആ മാനുസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ. മാനുസ്ക്രിപ്റ്റ് അല്ല, നമ്മൾ എഡിറ്റ് ചെയ്ത വെർഷൻ എടുത്ത് നോക്കണം. ഉം. എനിവേ, ഇപ്പൊ ഇതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഇന്ന് എത്രയാണ്? 226. 227. 27. ഇതോടെ ചാന്ദ് കാസി 226ഓടെ ചാന്ദ് കാസിയെ ഇതാണ് ചാന്ദ് കാസിയെ മഹാപ്രഭു അനുഗ്രഹിച്ച സംഭവം. ഇത് ശ്രവിക്കുന്ന ഏതൊരുവനും അപരാധങ്ങളിൽ നിന്ന് മുക്തനാകും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു. കാര്യം കുറെ അപരാധങ്ങളുണ്ട്. അത് മുക്തനാവാൻ വേണ്ടി കുറച്ച് വായിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ് പാസ്റ്റ്. മുന്നോട്ട് വായിച്ചാലോ? 227 മുതൽ.
വായിക്കാം. ശ്ലോകം 227 വായിക്കാം. മാറി മാറി വായിക്കാം, 2-3 ശ്ലോകം വെച്ചിട്ട്. നീണ്ട പർപ്പട്ടാണെങ്കിൽ നമുക്ക് അതോടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അടുത്തൊരു 2-3 എങ്കിലും വായിക്കാം. തുടങ്ങി. വായിക്കട്ടെ. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ. ഹരേ കൃഷ്ണ. ശ്ലോകം 227. മന്ദിരേ ഗോസാനി നിത്യാനന്ദ സംഘേ നൃത്യകരേ ദ്വിഭായി. വിവർത്തനം ശീലപ്രഭാതിക്ക്. ഒരു ദിവസം മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ശ്രീവാസ ഠാക്കൂറിന്റെ വിശുദ്ധ ഭവനത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ശ്ലോകം 228. ശ്രീവാസപുത്രേരാ താഹാനില പരലോക താഭൂ ശ്രീവാസേരാ ചിത്തെ നാമജന്മിലാശോക. വിവർത്തനം ശീലപ്രഭാതിക്ക്. ആ സമയത്ത് ഒരു ദുരന്തം സംഭവിച്ചു. ശ്രീവാസ ഠാക്കൂറിന്റെ പുത്രൻ അന്തരിച്ചു. എന്നിട്ടും ശ്രീവാസ ഠാക്കൂർ ഒട്ടും ദുഃഖിച്ചില്ല. ശ്ലോകം 229. മൃതപുത്രമുഖേ കൈല ജ്ഞാനേര കഥന ആപനെ ദുയിഭായ് ഹൈല ശ്രീവാസനന്ദന. വിവർത്തനം ശീലപ്രഭാതിക്ക്. ശ്രീ ചൈതന്യ മഹാപ്രഭു മരിച്ച പുത്രനെ കൊണ്ട് ജ്ഞാനത്തെ പറ്റി സംസാരിപ്പിച്ചു. അനന്തരം 2 സഹോദരന്മാരും സ്വയം ശ്രീവാസ ഠാക്കൂറിന്റെ പുത്രന്മാരായി. ഭാവാർത്ഥം ശീലപ്രഭാതിക്ക്. ഈ സംഭവം ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ തന്റെ അമൃതപ്രവാഹ ഭാഷ്യത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഒരു രാത്രിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തരോടൊപ്പം ശ്രീവാസന്റെ ഭവനത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീവാസ ഠാക്കൂറിന്റെ രോഗബാധിതനായിരുന്ന ഒരു പുത്രൻ മരണമടഞ്ഞു. ക്ഷമാശീലിയായ ശ്രീവാസ ഠാക്കൂറിന് മരണദുഃഖത്തിൽ മനം തൊന്ന് കരയാൻ കുടുംബത്തിലെ ആരെയും അനുവദിച്ചില്ല. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കീർത്തനത്തിന് തടസ്സം നേരിടുമെന്ന് അദ്ദേഹം നേടരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്രകാരം വിലാപത്തിന്റെ ഒരു ശബ്ദവും ഇല്ലാതെ കീർത്തനം തുടർന്നു. പക്ഷേ കീർത്തനം അവസാനിച്ചപ്പോൾ സംഭവം ഗ്രഹിച്ച ശ്രീ ചൈതന്യ മഹാപ്രഭു ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഈ ഭവനത്തിൽ തീർച്ചയായും ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടാവണം. ശ്രീവാസ ഠാക്കൂറിന്റെ പുത്രൻ മരിച്ച വിവരം അറിയിച്ചപ്പോൾ ഈ വൃത്താന്തം എന്തുകൊണ്ട് എന്നെ നേരത്തെ അറിയിച്ചില്ല എന്ന് ചോദിച്ചു. അവിടുന്ന് തന്റെ ദുഃഖം പ്രകടിപ്പിച്ചു. പുത്രൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടുന്ന് അവനോട്, എന്റെ പ്രിയപ്പെട്ട കുട്ടി, നീ എന്തുകൊണ്ട് ശ്രീവാസന്റെ ഭവനം ഉപേക്ഷിക്കുന്നു? എന്തുകൊണ്ടാണ് ശ്രീവാസന്റെ ഭവനം ഉപേക്ഷിക്കുന്നത്? മരിച്ച പുത്രൻ തൽക്ഷണം മറുപടി പറഞ്ഞു: ഈ ഭവനത്തിൽ കഴിയാൻ എനിക്ക് വിധിക്കപ്പെട്ടുള്ളതുവരെയുള്ള കാലം ഞാൻ ജീവിച്ചു. ഇപ്പോൾ ആ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റൊരിടത്തേക്ക് പോകുകയാണ്. ഞാൻ അങ്ങയുടെ ശാശ്വത ഭൃത്യനാണ്. ആശ്രിതനായ ഒരു ജീവൻ യജമാനായ അങ്ങയുടെ ഇച്ഛാനുസൃതം മാത്രമേ എനിക്ക് പ്രവർത്തിക്കാനാകൂ. അങ്ങയുടെ ഇച്ഛയ്ക്ക് അതീതമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അതിനുള്ള ശക്തിയില്ല. മരിച്ച പുത്രന്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീവാസ ഠാക്കൂറിന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മജ്ഞാനം ലഭിച്ചു. അതുകൊണ്ട് അവിടെ വിലാപത്തിന് കാരണമുണ്ടായിരുന്നില്ല. ഈ ആത്മജ്ഞാനം ഭഗവത്ഗീതയെ വിവരിച്ചിട്ടുണ്ട്. യഥാ ദേഹാന്തര പ്രാപ്തേ ധീരസ്തത്രനുമുഖ്യതി. ഒരുവൻ മരിക്കുമ്പോൾ മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. അതിനാൽ സമചിത്തരായവർ ഈ പരിണാമത്തിൽ വിലപിക്കുന്നില്ല. മരിച്ച കുട്ടിയും മഹാപ്രഭുവും തമ്മിലുള്ള ഈ സംഭാഷണത്തിന് ശേഷം മൃതശരീരത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തി. അനന്തരം അവിടുന്ന് ശ്രീവാസനോട് പറഞ്ഞു: താങ്കൾക്ക് ഒരു പുത്രനെ നഷ്ടപ്പെട്ടു. പക്ഷേ നിത്യാനന്ദ പ്രഭുവും ഞാനും താങ്കളുടെ അനശ്വരമായ പുത്രന്മാരാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ ചങ്ങാത്തം ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ല. കൃഷ്ണനുമായുള്ള അതീന്ദ്രിയ ബന്ധത്തിന്റെ ഒരു ഉദാഹരണമാണിത്. നമുക്ക് കൃഷ്ണനുമായി ദാസന്മാരെയോ സുഹൃത്തുക്കളെയോ മാതാപിതാക്കളെയോ പുത്രന്മാരെയോ അല്ലെങ്കിൽ പ്രണേതാക്കളെയോ ശാശ്വതമായ ആത്മബന്ധമുണ്ട്. അതേ ബന്ധങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ തലതിരിഞ്ഞ് പ്രതിഫലിക്കുമ്പോൾ നമുക്ക് പുത്രന്മാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കമിതാവ്, യജമാനന്മാർ,
അന്യരുടെ സേവകന്മാർ തുടങ്ങിയ നിലകളിലെല്ലാമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഈ ബന്ധങ്ങളെല്ലാം നശ്വരമാണ്. നാം കൃഷ്ണനുമായുള്ള നമ്മുടെ ബന്ധം പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ആ ശാശ്വതമായ ബന്ധം വിലാപത്തിന് ഹേതുവാകും വിധം ഒരിക്കലും മുറിയുകയില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. എന്തെങ്കിലും ഇതില് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഹരേ കൃഷ്ണ. ആ ഒരു വാചകത്ര സുഖമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് അങ്ങയുടെ ചങ്ങാത്തം ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ല. കൃഷ്ണനുമായുള്ള അതീന്ദ്രിയ ബന്ധത്തിന്റെ ഒരു ഉദാഹരണമാണിത്. നമുക്ക് കൃഷ്ണനുമായി ദാസന്മാരായോ സുഹൃത്തുക്കളായോ മാതാപിതാക്കളായോ പുത്രന്മാരായോ അല്ലെങ്കിൽ പ്രണേതാക്കളായോ ശക്തമായ ആത്മബന്ധമുണ്ട്. അതിൽ അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. അർത്ഥത്തിന് എന്താണ് പ്രഭുവിന്റെ സംശയം എന്താണെന്ന് മനസ്സിലായില്ല. അതൊന്നും ഒരു വായിച്ചപ്പോ ഒരു യോജിപ്പ് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവാനുമായിട്ട് അങ്ങനെ പല രീതിയിലും ബന്ധങ്ങൾ ഉണ്ടാവുന്ന അതല്ലേ ഉദ്ദേശിക്കണേ? അതെ അതെ. പ്രഭു, അത് നമുക്ക് കൃഷ്ണനുമായി പിന്നെ ശാശ്വതമായ ആത്മബന്ധമുണ്ട് എന്നുള്ള സെന്റൻസിന്റെ ഇടയിലാണ് ആ സാധനങ്ങൾ വരുന്നിരുന്നത്, ആ ബാക്കി വരുന്നത്. അപ്പൊ അർത്ഥം കറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു. നമുക്ക് കൃഷ്ണനുമായി ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. ശാശ്വതമായ ആത്മബന്ധമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ദാസന്മാരായോ സുഹൃത്തുക്കളായോ മാതാപിതാക്കളായോ അങ്ങനെ ഏതെങ്കിലും ആ ഇതിലേതെങ്കിലും ആയിട്ട് ഓക്കെ. ഉള്ളതായിരിക്കും. കാരണം പ്രഭു പറഞ്ഞപ്പോ ഞാനൊന്ന് വായിച്ചപ്പോ ഒന്ന് സംശയിച്ചിരുന്നു അത്, പക്ഷെ പിന്നെ അങ്ങനെ അതെ തോന്നി. അതെ അതെ. ഉം. പക്ഷെ മീനിങ് വൈസ് അത് ഓക്കെ. ഓക്കെ. അടുത്ത് വായിക്കാം. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രീവാസ് ഠാക്കൂർ മകൻ മരിച്ചിട്ടും ശ്രീവാസ് ഠാക്കൂർ കീർത്തനത്തിനെ ബാധിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതെ. ഇവിടെ ചെറിയൊരു പല്ലുവേദന വന്ന ചാൻറ്റിങ് നിർത്തും. ഞാൻ അതിന്റെ ആ വ്യത്യാസം ആലോചിക്കായിരുന്നു. അതെ. ഒരു ഒരു നമ്മള് നിർത്താൻ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ്, അപ്പൊ ഒരു മിനിറ്റ്. ഞാൻ ഇന്നലെ ലക്ഷ്മി മുനി മാതാജിയായിട്ട് സംസാരിച്ചപ്പോ എന്നോട് ചോദിച്ചു ഇപ്പൊ എന്താ ചെയ്യണേന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റിട്ടയർ ആയി 78 വയസ്സായി, ഇപ്പൊ ഒന്നും ചെയ്യണില്ല എന്ന് ചോദിച്ചാ. മാതാജി ചോദിക്കാണ് പ്രഭാതം എവിടെയായിരുന്നു, എത്ര കാലം എത്ര വയസ്സായിട്ടാ ഓരോന്നും ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, ഞാൻ എന്തുകൊണ്ട് ഇവിടെ വരാൻ കാരണം ഉണ്ടായി? ഞാൻ പറഞ്ഞു അത് പ്രഭാതിന്റെ അനുഗ്രഹം കൊണ്ടാ. നിങ്ങൾക്ക് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവൂലേ? ശ്രീല സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്, എന്തുകൊണ്ട് പ്രവർത്തിക്കാനില്ല? അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ രീതിയിൽ ക്ലാസ് ഇതൊക്കെ എടുത്ത് അങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നു എന്ന് പറഞ്ഞ അവർക്ക് ഒരു ഇതായി. ഹരേ കൃഷ്ണ. അതുപോലെയാണ് ഇപ്പൊ പല്ലുവേദന വന്നപ്പോ നമ്മള് നിർത്തി. അങ്ങനെ എന്തെല്ലാം കാര്യം അല്ലെ, നമ്മള് ഓരോ എന്തെങ്കിലും കാരണം കാണാനിരിക്കുകയാണ്. അല്ല, മാതാജി എന്താ പറഞ്ഞത് മനസ്സിലായില്ല. എന്താണ് പ്രഭുവിനോട് എന്തെങ്കിലും പറഞ്ഞതേ? ഞാൻ ഒന്നും ഞാൻ വെറുതെ ഇപ്പൊ റിട്ടയർ ആയി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ മാതാജിക്ക് വിഷമായി. എന്തുകൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കണമെന്ന്. പ്രഭു കുറച്ച് സമയം തരും, അതിനാണ് നമ്മൾ അമ്പലം പണിയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവൊക്കെ മുൻനിരയിൽ നിൽക്കേണ്ട ആളാണ്. തീർച്ചയായിട്ടും അല്ലേ രാജേഷ്? അതെ, യാതൊരു സംശയമില്ല. ഇന്നലെ മാതാജി ഉദ്ദേശിച്ചത് പ്രഭു ആൾറെഡി ചെയ്യുന്നുണ്ടെന്നാണ് മാതാജി പറയുന്നത്.
പ്രഭു പറഞ്ഞു ഇത്രയും അതെ അതെ 78 എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ പ്രഭാതരെ എപ്പോഴാ പോയത്, മാതാജി എന്തുകൊണ്ടാ ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്നിരിക്കണേ, ഇങ്ങനെ ഇരിക്കുന്നേന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു പ്രഭു. അതായത് അതെ ഉദ്ദേശിച്ചത് അതെ പ്രഭു എന്നോട് പലതും ചോദിക്കാൻ. ചെയ്യണ്ടല്ലോ. അതെ, നമ്മള് ഏഹ്, ഒന്നും ചെയ്യണില്ല, ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ തന്നെ അത് ചെറുതായിട്ടാണെങ്കിൽ. അപ്പൊ ഒന്നിനും ചെറുതായിട്ട് കാണരുതെന്നാ പറയണത്. മാതാജി പറഞ്ഞതിന്റെ അതെ ഉദ്ദേശം ഒന്നും ചെറുതായിട്ട് കാണരുത്, എന്ത് ചെയ്താലും അത് വലിയ കാര്യം തന്നെയാണെന്ന്. അതെ, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാരണം കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സത്യമാണ്. ഉം. മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത്, ലാസ്റ്റ് സെന്റൻസ്, നാം കൃഷ്ണനുമായുള്ള നമ്മുടെ ബന്ധം പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ആ ശാശ്വതമായ ബന്ധം വിലാപത്തിന് ഹേതുവാകും വിധം ഒരിക്കലും മുറിയുകയില്ല. സോ ബാക്കി എല്ലാ ബന്ധങ്ങളും അറ്റുപോകുമല്ലോ. കൃഷ്ണനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അത് മുറിയുകയില്ല, അത് അറ്റുപോവുകയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മറ്റു ബന്ധങ്ങളെ കൃഷ്ണനോടുള്ള ബന്ധവുമായിട്ട്, അതിന് മലയാളം വാക്ക് എന്താണ്, ഡൗട്ടെയിൽ ചെയ്യുക. ഡൗട്ടെയിൽ എന്നുള്ളതിന് മലയാളം ഇണക്കി ചേർക്കുക. ഇണക്കുക. റൈറ്റ്. അതുമായിട്ട് ഇണക്കുക, അതുമായിട്ട് അലൈൻ, ഡൗട്ടെയിൽ ചെയ്യുക, ഇണക്കി വെക്കുമ്പോൾ അത് അതിനും ഇതിന്റെ ഒരു നിത്യത്വം, ശാശ്വതത്വം വരുന്നു. എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഇരുമ്പ് കമ്പിയാണെങ്കിലും അതിനെ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള, വിദ്യുത് ശക്തി പോകുന്ന ഒരു കമ്പിയുമായിട്ട് നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലും കറണ്ട് വരും, അല്ലെ? സംതിങ് ലൈക്ക് ദാറ്റ്. വായിച്ചു പോവാം അടുത്തത്. ഹരേ കൃഷ്ണ, വായന തുടരാം. വേറെ ആരെങ്കിലും വായിക്കുന്നു? അടുത്തൊരു 3-4 ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം ഹരേ നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപേത കരില സഭ ഭക്തേവരദാന ഉച്ഛിഷ്ടാദിയ നാരായണീരാ കരില സമാന. വിവർത്തനം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം അവിടുന്ന് എല്ലാ ഭക്തന്മാർക്കും തന്റെ അനുഗ്രഹം ദാനമായി ചൊരിഞ്ഞ് നാരായണീയരോട് പ്രത്യേക ആനുകൂല്യം പ്രകടിപ്പിച്ച ഭഗവാൻ താൻ സ്വീകരിച്ച പ്രസാദത്തിൽ നിന്നും ഒരൽപ്പം അവൾക്ക് നൽകി. ഭാവാർത്ഥം. നാരായണി ശ്രീവാസ ഠാക്കൂറിന്റെ ഒരു അനന്തരവളായിരുന്നു. അവൾ പിന്നീട് ശ്രീല വൃന്ദാവനവാസ ഠാക്കൂറിന്റെ മാതാവായി തീരുകയും വൃന്ദാവനദാസ ഠാക്കൂറിന്റെ മാതാവായി തീരുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെടുത്തി സഹജീയർ നാരായണി ശ്രീചൈതന്യന്റെ പ്രസാദോച്ഛിഷ്ടം ഭക്ഷിച്ചതിനു ശേഷം ഗർഭവതിയായി തീർന്നെന്നും വൃന്ദാവനദാസ ഠാക്കൂറിന് ജന്മം നൽകിയെന്നും ഒരു കഥ കെട്ടിച്ചമച്ചിട്ടുണ്ട്. ധിക്കാരികളായ സഹജീയർ അത്തരം മിഥ്യാപ്രസ്താവനകൾ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ആരും അവരെ വിശ്വസിക്കരുത്. കാരണം അവർ വൈഷ്ണവരോടുള്ള ശത്രുതയാൽ പ്രേരിതരാണ്. ശ്രീവാസേരാവസ്ത്രാസിന്നേതരജീയവന പ്രഭുതാരേ നിജരൂപ കാരായില ദർശന. വിവർത്തനം. ശ്രീവാസന്റെ വസ്ത്രങ്ങൾ തയ്ക്കുന്ന മാംസബുക്കായ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. കരുണാമയനായ മഹാപ്രഭു അയാൾക്ക് തന്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു. ദേഖീനു ബേല ബേലി കൈലാപാകാല പ്രേമേ നിർത്തരെ കൈല വൈഷ്ണവ ആകാല. ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ പ്രേമ നിമഗ്നനായി നൃത്തം ചെയ്ത അദ്ദേഹം ഒരു ഒന്നാം തരം വൈഷ്ണവനായി ഭാവിച്ചു. ഭാവാർത്ഥം. ശ്രീവാസ ഠാക്കൂറിന്റെ വീടിന് സമീപം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വസ്ത്രങ്ങൾ പതിവായി തയ്ക്കുന്ന ഒരു മുസ്ലിം തയ്യക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്തം കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം വല്ലാതെ വശീകരിക്കപ്പെട്ടു.
അദ്ദേഹത്തിന്റെ മനോനില മനസ്സിലാക്കിയ മഹാപ്രഭു അദ്ദേഹത്തിന് തന്റെ യഥാർത്ഥ കൃഷ്ണരൂപം പ്രദർശിപ്പിച്ചു. തയ്യൽക്കാരൻ അപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. പ്രേമഹർഷത്തിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോടൊത്ത് നൃത്തമാടാൻ തുടങ്ങി. അപ്രകാരം അദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അഗ്രഗണ്യരായ വൈഷ്ണവ അനുയായികളിൽ ഒരുവനായി മാറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതില് മാംസഭുക്കായ തയ്യൽക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദരജി യവന. പക്ഷേ അങ്ങനെയുള്ള വ്യക്തിക്ക് കൂടി മഹാപ്രഭു സ്വരൂപം കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? എങ്ങനെ അത് സാധിച്ചു? വൈഷ്ണവ സേവ. വൈഷ്ണവ എന്താണ്? വേറെ എന്തോ പറഞ്ഞില്ലേ? വൈഷ്ണവന്മാരെ സേവിച്ചതുകൊണ്ട്, വൈഷ്ണവന്മാരെ സേവിച്ചത് കൊണ്ട്, വൈഷ്ണവന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ശ്രീവാസ് ഠാക്കൂറിന്റെ പേഴ്സണൽ ടൈലർ ആയിരുന്നു ഈ വ്യക്തി. അപ്പൊ ആ ഒരു സേവനം കാരണം അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ലഭിക്കുന്നു. സങ്കീർത്തനത്തിനോടൊരു അനുഭാവം ഉണ്ടായി ഇവിടെ പറയുന്നുണ്ട്. He was very pleased with the dancing of Chaitanya Mahaprabhu and he was enchanted. ഭാവാർത്ഥത്തിൽ. ഓക്കെ ഓക്കെ. അതെ. സോ ഒരു അസോസിയേഷൻകാരന് ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അനുകൂലമായ ഭാവമുണ്ട്. അത് വഴി മഹാപ്രഭുവിന്റെ കാരുണ്യവും കിട്ടുന്നു. സോ നന്ദനത്തിലെ ഡയലോഗ് പോലെ ഉണ്ടല്ലേ, ഞാൻ കണ്ടു. എന്തായാലും സോ ഒരു പ്രാവശ്യം ഹിസോണസ് ഗൗർ ഗോവിന്ദ മഹാരാജ് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അതായത് നമ്മൾ സാധനാഭക്തി ചെയ്യുന്നുണ്ട്, നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്. നമ്മൾ ജപിക്കുന്നതിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ഭഗവത്ധാമത്തിലേക്ക് പോവുക. നമ്മൾ ജപിക്കുന്ന ശക്തി കൊണ്ടായിരിക്കും ഭഗവത്ധാമത്തിലേക്ക് പോവുക എന്ന് വിചാരിക്കാമോ? അങ്ങനെ അത്രയും ശക്തി ഉണ്ടോ നമ്മുടെ ജപത്തിനും നമ്മുടെ സാധനാഭക്തിക്കും ഒക്കെ? ഇല്ല പ്രഭു, കൃഷ്ണന്റെ അകാരണമായ കാരുണ്യം ഇല്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഗുരു, ആധ്യാത്മിക ഗുരു അല്ലെങ്കിൽ വൈഷ്ണവർ, അവര് നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന ആജ്ഞ പാലിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് നിലവാരം അത്ര ഇല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ പരിശുദ്ധ വൈഷ്ണവൻ തൃപ്തിപ്പെടുന്നു. ആ വൈഷ്ണവന്റെ തൃപ്തിയാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എൻ്റെ സാധനയുടെ ബലം കൊണ്ടല്ല ഭഗവാൻ തൃപ്തിപ്പെടുന്നത്. എൻ്റെ സാധനയ്ക്ക് വലിയ ബലമൊന്നുമില്ല, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ഗുരു, പരിശുദ്ധ വൈഷ്ണവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആജ്ഞാപിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ആജ്ഞ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അങ്ങനെ അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അവരുടെ തൃപ്തി കാരണം ഭഗവാൻ തൃപ്തിപ്പെടുന്നു. അങ്ങനെ നമുക്ക് കാരുണ്യം ലഭിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? യെസ് പ്രഭു. അതാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ജപത്തെ കണ്ട് ഭഗവാൻ അത്ര. ഒരു പ്രാവശ്യം സച്ചിനന്ദൻ സ്വാമി മഹാരാജ്, സച്ചിനന്ദൻ മഹാരാജ് പറഞ്ഞു, ഫസ്റ്റ് ടൈം നമ്മൾ ഇസ്കോണിൽ പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ ആ ജപത്തിനൊരു ടേസ്റ്റ് പ്രത്യേകമായിട്ടുണ്ടാവും അല്ലേ? ഒരു പുതുമയുടെ ഒരു ടേസ്റ്റ്. നമ്മള് വരുന്ന സമയത്ത് എല്ലാം പുതിയതാണ്. പുതിയ കീർത്തനം, പുതിയ അസോസിയേഷൻ, പുതിയ ആൾക്കാര്, പുതിയ മഹാമന്ത്രം. അപ്പൊക്കെ നമുക്കത് ആ ഒരു ടേസ്റ്റ്, പുതുമ കാരണം ഒരു ടേസ്റ്റ് വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോഴേക്കും മഹാരാജ് പറയാണ്, ഭഗവാൻ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നതെന്നാണ് ഭഗവാൻ ഓടി വരുന്നു.
നമ്മുടെ അടുത്തേക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, കുറച്ച് കാലമായി ആ സമയം കൊണ്ട്, എങ്ങനെയൊക്കെ തീർക്കാൻ വേണ്ടി ജപിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ഭഗവാൻ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കും എന്നാണ് മഹാരാജ് പറഞ്ഞത്. പിന്നെ പയ്യെ പയ്യെ അറിയാം, ഇത് എന്നുള്ള പതിവാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അറിയാം, എന്നിട്ട് വിളിച്ചാലും വരില്ല അവസ്ഥ. ഹരീഷ് പ്രഭു, അതിന് ഉദാഹരണം നമ്മളുടെ ശ്രീരംഗത്ത് ബ്രാഹ്മണൻ ഭഗവത്ഗീത വായിക്കണത് ചൈതന്യ മഹാപ്രഭുവിന്റെ മുമ്പില് അതെ, വായിക്കാൻ അറിയില്ലെങ്കിലും ഗുരു പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യണു. എക്സാക്ട്ലി, ഹരേ കൃഷ്ണ. നല്ലൊരു ഉദാഹരണം. യെസ് പ്രഭു. സോ ഒരു പ്യുവർ ഡിവോട്ടിയുടെ ഷോർട്ട് അസോസിയേഷൻ കാരണം ഒരു വ്യക്തിക്ക് ഒരുപാട് ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുന്നു. പ്രഭുപാദിന്റെ ഇതറിയില്ലേ, പൈലറ്റ് അല്ല, സോറി, എയർ ഹോസ്റ്റസിന്റെ കഥ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അറിയാം പ്രഭു, കേട്ടിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞോളൂ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ട്. കേട്ടിട്ടില്ല പ്രഭു, പറയൂ. ബ്രസീലിൽ ഒരു എയർ ഹോസ്റ്റസ് ആണോ അവര് ബുക്ക് അവരുടെ വീട്ടില് കൊണ്ടുപോയത്? അതാണോ പ്രഭു? എവിടെ നിന്ന്? സൗത്ത് അമേരിക്കയില് നമ്മുടെ ഡിവോട്ടീസ് പോയപ്പോ അവരുടെ വീട്ടിൽ ഇങ്ങനെ ബുക്ക് കണ്ടു. അപ്പോഴാണ് അറിയുന്നത് അവര് പ്രഭാതന എയർ ഹോസ്റ്റസിൽ ആയിട്ടുണ്ടായിരുന്ന പ്രഭാതം സേവിച്ചിട്ടുണ്ട് എന്ന്. അതെ അതെ അതെ, അതാണ് ചെറിയൊരു ഓർമ്മയുണ്ട് കേട്ടത്. താങ്ക് യു മുത്തജി. അപ്പൊ ഈ പറഞ്ഞതൊക്കെ പ്രയോജനമുണ്ട്, നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ തുടർന്ന് ഈ വായിക്കാം. ഒരു വാക്കിയുടെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. The Lord, understanding his attitude, showed him his original form as Krishna. ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് ഗുരു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ സാധനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഗുരു തൃപ്തി അടയുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കിട്ടുന്നു എന്ന്. പിന്നെ പ്രഭു ഇപ്പൊ പറഞ്ഞത്, അതായത് കുറച്ചു നാൾ ഇസ്കോണിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ജപമൊക്കെ ആ തീവ്രത കുറയുന്നു, അല്ലെങ്കിൽ നമ്മള് വിളിച്ചിട്ട് ഭഗവാനെ തിരിഞ്ഞു നോക്കാണ്ട് വെറുതെ ഇങ്ങനെ ജപിക്കണു എന്ന് പറയുമ്പോ ആ വരുന്ന സ്പീഡ് കുറയുന്നു എന്ന് പറയുന്നില്ലേ. ഈ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ആവാത്തതായിരിക്കുമോ കാര്യം? സത്യം. അല്ലെങ്കിൽ ഞാൻ ജപിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടല്ലോ, 16 മാല ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 4 റെഗുലേറ്ററി പ്രിൻസ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ ഞാൻ ഇനി പൊയ്ക്കോളും ഭഗവാന്റെ അടുത്തേക്ക് എന്നൊരു കാഷ്വൽ ആറ്റിറ്റ്യൂഡ് വരുമ്പോ ചിലപ്പോ. അതെ, ആക്ച്വലി എങ്ങനെ പറയാ, എന്താ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ് എന്ന് പറയുമല്ലോ. നമുക്ക് പരിചയമാവുമ്പോ അതൊരു കാര്യമാണല്ലോ അല്ലെ. നമുക്ക് എന്തും നമ്മൾ കൂടുതൽ പരിചയപ്പെടുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റും പണ്ടുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്ങും കുറയും. സ്വാഭാവികമാണ് ഒരു പരിധി വരെ, അല്ലെ? അപ്പൊ അതിനെന്താ ചെയ്യുക? അതേസമയം നമുക്ക് എപ്പോഴും ആ റെസ്പെക്ട് ഉണ്ടാവാൻ വേണ്ടി നമുക്കൊരു ദൂരം പാലിക്കാനും സാധിക്കില്ല, അങ്ങനെയാണെങ്കിൽ അടുക്കുകയില്ല. അപ്പോൾ ഭഗവാനുമായിട്ട് അടുക്കുകയും വേണം, ഭക്തന്മാരുമായിട്ട് അടുക്കുകയും വേണം. എന്നാലും ആ ഒരു കാഷ്വൽ നേച്ചർ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ വിഷയമാണ്. ശരിക്കും അത് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രഭു അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, വിശ്രംഭേന. അതെ, വിശ്രംഭേന, ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് അല്ലെ കറക്റ്റ് പ്രോക്സിമിറ്റി. അതൊരു ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ആ വിഷയത്തെ കുറിച്ച്? നമ്മൾ പല വർഷങ്ങളായി, എത്ര പേര് 10 വർഷത്തിൽ കൂടുതൽ ഇസ്കോണിലുള്ളവരൊന്ന് ആരൊക്കെ ഉണ്ട്? ആർക്കൊക്കെയാണ് റീസ് ചെയ്യാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. കുറെ പേരുണ്ട്, 10 പേര്, 10 വർഷത്തിൽ കൂടുതലായി. ഹരേ കൃഷ്ണ പ്രഭു. സോ നമുക്കൊക്കെ ഇത് പരിചയമായിരിക്കും. ആദ്യം വന്ന ഒരു
ഭാവം എങ്ങോ എങ്ങോ പോയി മറഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ അല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ഭഗവത്ഗീത നമ്മൾ വായിച്ച് വായിച്ച് ഇത് ഞാൻ കുറെ വായിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഭഗവത്ഗീതയുടെ വില ആദ്യം നമ്മൾ കുറയ്ക്കും. എന്നിട്ട് ചാൻറ്റിങ്ങിന്റെ വില നമ്മൾ കുറയ്ക്കും. നമ്മളെന്നല്ല, ഞാൻ കുറയ്ക്കും. ഹരേ കൃഷ്ണ പ്രഭു. സ്വന്തമായിട്ട് എന്നും ഒരു പുതുഭക്തനായിട്ട് തീരുമാനിക്കുക. ഉം. പുതിയതായി അതെങ്ങനെ പ്രഭു സാധിക്കും? ഹരേ കൃഷ്ണ, ഒരു സജഷൻ ഉണ്ട്. ആ, എനിക്ക് തോന്നണത് ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രഭു പറഞ്ഞത് ഇങ്ങനെ ക്രമേണ കാലക്രമേണ നമുക്ക് റെസ്പെക്ട് കുറഞ്ഞു പോകുന്നത്. പക്ഷെ എല്ലാ കേസിലും അത് പറയാൻ പറ്റില്ല. കാരണം ആ അടുപ്പം കൂടുമ്പോൾ റെസ്പെക്റ്റിന് കുറവുണ്ടാവില്ല, പക്ഷെ പെരുമാറ്റത്തിൽ ഒരു അടുപ്പം വരുന്നേ ഉള്ളൂ. പക്ഷെ റെസ്പെക്ട് കൂടുതലേ ഉണ്ടാവുള്ളൂ. ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ നമുക്ക്. പക്ഷെ ഉം. റെസ്പെക്റ്റിൽ കുറവ് വരില്ല. പക്ഷെ ഈവൻ വ്യക്തികൾ തമ്മിൽ വരുന്ന പോലെ തന്നെ അത് സംഭവിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ഹരിഗോവിന്ദ് പ്രഭു പറഞ്ഞു പുതുഭക്തൻ എന്നുള്ളതിൽ ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ പ്രചരണത്തിൽ പോകണം. അതായത് നമ്മളെപ്പോഴും പുതിയ ആൾക്കാരെ നമ്മൾ അതിലേക്ക് അതായത് സത്സംഗങ്ങൾ പുതിയത് നമ്മൾ ആ ലോഡാണത്, പക്ഷെ അത് എടുക്കണം. അപ്പൊ നമ്മളെപ്പോഴും പുതുമയുള്ളവരാവും. നമ്മളെപ്പോഴും അധ്യായം 1 അധ്യായം 2 ഒക്കെ നമ്മൾ ഇങ്ങനെ വീണ്ടും പുതുമയോടെ അവതരിപ്പിക്കേണ്ടി വരും നമുക്ക്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു പുതിയ കുട്ടി തന്നെയായി മാറും. കാരണം നമുക്ക് അതേ ഒന്നും അറിയാത്ത ഒരു ഭാഗത്തിന് പോയിട്ട് വേണം അധ്യായം 1 2 ഒക്കെ അവിടെ തുടങ്ങാൻ. പിന്നെ അതുപോലെ ചാൻഡിങ് വീണ്ടും മാല എടുത്ത് കാണിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളും അതിലൊരു ഇത് വരും. അത് തന്നെ ഉള്ള ഒരു മാർഗം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിപ്പോ അത് പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരി ഹരി, നല്ലൊരു ഉത്തരം പ്രഭു. ശരിക്ക് ഹരിബോൾ. അല്ലേ? വെരി വെരി നൈസ്. ശരിക്ക് ആ രീതിയിൽ പറഞ്ഞാൽ പുതിയ ആൾക്കാരുടെ ഉത്സാഹം നമുക്കൊരു പാഠമായിരിക്കും അല്ലെ? അവരെ കണ്ട് നമ്മളും പഠിക്കുന്നു. അവര് നമ്മളെ കണ്ട് മാത്രമല്ല പഠിക്കുന്നത്. ഇൻസ്പിറേഷൻ ആയി ശരിയാണ്. തീരും. അതെ. ഒരുപാട് സംശയങ്ങൾ വരും പ്രഭു. ഒരുപാട് ചെറുതാണെങ്കിലും രസമാണ്. സംശയങ്ങൾ വരും. അപ്പൊ നമ്മൾ അത് അന്വേഷിച്ചു പോകും. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംശയം ശരിയാണ് ഈ ചോദ്യം, അങ്ങനെ ഒരു കാര്യം അങ്ങനെയൊക്കെ വരും. നമ്മൾ അടുത്ത ലെവലിലേക്ക് അന്വേഷിച്ചത് കൊടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ലൈവായി നിൽക്കും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഭഗവാനെ നമ്മൾ വിളിക്കും ശരിക്കും. കാരണം എപ്പോഴും നമ്മൾ ആ ബന്ധം ഇതായിട്ട് നിർത്താൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ. വണ്ടർഫുൾ പ്രഭു, നല്ലൊരു കാര്യം. ശരിക്കും ഇത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇത് ഓർക്കണം. അതായത് നമ്മൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയല്ലേ, വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ തന്നെ പ്രായം ഒന്ന് കുറയും. കാര്യം എല്ലാവരും കൊച്ചു കുട്ടിയുടെ കൂടെ കളിക്കാനും ഇതിന്റെ ഒരു പുതുമ വീട്ടിൽ വരും എന്ന് പറയുന്നത് പോലെ പുതിയ ആൾക്കാർ നമ്മുടെ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ അവരെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്. നല്ലൊരു പോയിന്റ് ആണ്. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ പോയിന്റ്. താങ്ക് യു. ഇതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ വിഷയത്തെക്കുറിച്ച്? അടുപ്പം കൂടുമ്പോ ഇഷ്ടം കൂടില്ലേ പ്രഭു? എന്താണ്? അടുപ്പം കൂടുന്തോറും റെസ്പെക്ട് കുറയും, പക്ഷെ ഇഷ്ടം കൂടില്ലേ? അങ്ങനെയാണെങ്കിൽ അത് റെസ്പെക്ട് കുറയല്ല ചെയ്യുന്നത്. അവിടെ ഇപ്പൊ രാജേഷ് പ്രഭു പറഞ്ഞതുപോലെ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റെസ്പെക്ടിന്റെ നിർവചനം മാറും എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലെ? റെസ്പെക്ട് പ്രകടിപ്പിക്കുന്ന വിധം മാറാം. റെസ്പെക്ട് പ്രകടിപ്പിക്കുന്ന വിധം മാറും. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രീതിയിൽ പറഞ്ഞാൽ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ വ്യക്തിയുടെ നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ സാന്നിധ്യത്തിന് നമ്മൾ വളരെ വില കൊടുക്കുന്നു എന്നുള്ളതിനല്ലേ റെസ്പെക്ട് എന്ന് പറയുന്നത്. സോ ആദ്യം ആ റെസ്പെക്ട് വളരെ ഫോർമൽ ആയിരിക്കാം, ഔപചാരികമായിരിക്കാം. ദണ്ഡവത് പ്രണാം പ്രഭു, ദണ്ഡവത് പ്രണാം മാതാജി, സുഖമാണോ, എങ്ങനെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വൈഷ്ണവ സദാചാരമുണ്ട്. അത് തുടക്കത്തിൽ അത് വേണം, അത് അത്യാവശ്യമാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ ആ വാല്യൂ കൊടുക്കുന്ന ആ രീതിയിലായിരിക്കണമെന്നില്ല. പക്ഷെ എന്നാലും
അത് റെസ്പെക്റ്റ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ഡീപ്പർ ലെവൽ ഓഫ് റെസ്പെക്ട് അല്ലെ, കുറച്ചുകൂടെ അടുപ്പത്തോടെയുള്ള റെസ്പെക്ട് അത് വരികയും വേണം. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ഔപചാരികമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്റ്റേണൽ മൂവ്മെന്റ് ആയിട്ട് നിന്നു പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാവരും നമ്മൾ ഔട്ടർ ഷെല്ല് മാത്രം കൃഷ്ണ കോൺഷ്യസ് ആയിരുന്നിട്ട് ക്ലോസർ ഡീപ്പർ വൈഷ്ണവ റിലേഷൻഷിപ്സിന് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെയും നമുക്ക് ഭക്തിയിൽ തടസ്സം ഉണ്ടാവും. മുന്നോട്ട് വായിക്കാം. അടുത്തതാരാണ് വായിക്കാത്തവര്? യൂഷ്വലി വായിക്കാത്ത ആൾക്കാര് ഞാൻ വായിക്കാം പ്രഭു. വായിച്ചോളൂ. 233. ഹരേ കൃഷ്ണ. ശ്ലോകം 233. ആവേശേത ശ്രീവാസേ പ്രഭു വംശീതമാകില ശ്രീവാസ കഹേ വംശി ത്വമാരാ ഗോപി ഹരി നില. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീലപ്രഭാതാണ്. ശ്രീലപ്രഭാത് കി ജയ്. പ്രേമാവശ്യത്തിൽ മഹാപ്രഭു ശ്രീവാസനോട് തന്റെ ഓടക്കുഴൽ നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ശ്രീവാസൻ മറുപടി പറഞ്ഞു, അങ്ങയുടെ ഓടക്കുഴൽ ഗോപികമാർ അപഹരിച്ചു കൊണ്ടുപോയി. ശ്ലോകം 234. ചുനി പ്രഭു ബലേ ബല ബലേന അവേശയ ശ്രീവാസവർണേന വൃന്ദാവന ലീലാരസേ. വിവർത്തനം ശ്രീലപ്രഭാതരുടേതാണ്. ശ്രീലപ്രഭാത് കി ജയ്. ഈ മറുപടി കേട്ട മഹാപ്രഭു ലീലകളുടെ അതീന്ദ്രിയ രസങ്ങൾ വർണ്ണിച്ചു. ശ്ലോകം 235. പ്രഥമേതേ വൃന്ദാവന മാധുര്യ വർണ്ണില ശുനിയ പ്രഭുര ചിത്തെ ആനന്ദ ബഡീല. വിവർത്തനം ശ്രീലപ്രഭാതന്റേതാണ്. ശ്രീലപ്രഭാത് കി ജയ്. ആരംഭത്തിൽ ശ്രീവാസ് ഠാക്കൂർ വൃന്ദാവന ലീലകളുടെ മാധുര്യം വർണ്ണിച്ചു. ഇത് കേട്ട് മഹാപ്രഭു അതിയായ ആനന്ദം അനുഭവിച്ചു. ശ്ലോകം 236. തബേ ബല ബല പ്രഭു ബലേ വാരാ വാരാ പുന പുന കഹേ ശ്രീവാസ കരിയ വിസ്താര. വിവർത്തനം. അനന്തരം മഹാപ്രഭു വീണ്ടും വീണ്ടും ചോദിച്ചു, പറയൂ പറയൂ. അപ്രകാരം ശ്രീവാസൻ വൃന്ദാവന ലീലകൾ വീണ്ടും വീണ്ടും വിസ്തരിച്ചു. ശ്ലോകം 237. വംശീവാദ്യേ ഗോപി ഗണേരവനെ ആകർഷണ താൻ സഭാര സംഘേ യച്ചേ വനവിഹരണ. വിവർത്തനം. കൃഷ്ണന്റെ വേണുനാഥം കേട്ട ഗോപികമാർ വനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതും അവർ ഒരുമിച്ച് വനത്തിൽ വിഹരിച്ചതുമെല്ലാം ശ്രീവാസൻ വിപുലമായി വിവരിച്ചു. ശ്ലോകം 238. താഹി മധ്യേ ചയ ഋതു ലീലാരാവർണന മധുപാന രസോത്സവ ജലകേളി കഥന. വിവർത്തനം. 6 ഋതുക്കളിലും കൃഷ്ണൻ ആടിയ ലീലകൾ ശ്രീവാസൻ വിവരിച്ചു. മധുപാനവും രാസനൃത്തോത്സവവും യമുനാ ജലകേളിയും അതുപോലുള്ള മറ്റു ലീലകളും അദ്ദേഹം വിവരിച്ചു. 239. ബല ബല ബലേ പ്രഭു ശുനീതേ ഉല്ലാസ ശ്രീവാസ കഹേന തബേ രാസരസേരസ. വിവർത്തനം. അത്യുത്സാഹപൂർവം കേട്ടുകൊണ്ടിരുന്ന മഹാപ്രഭു പറഞ്ഞു, തുടരൂ തുടരൂ. അപ്പോൾ ശ്രീവാസൻ അതീന്ദ്രിയ രസങ്ങൾ നിറഞ്ഞ രാസലീല നൃത്തം വിവരിച്ചു. ശ്ലോകം 240. കഹിതേ ശുനീതേ ഐച്ചേ പ്രാതഃ കാല ഹൈല പ്രഭു ശ്രീവാസേ രതോഷി ആലിംഗന കൈല. വിവർത്തനം. മഹാപ്രഭു അപ്രകാരം അഭ്യർത്ഥിക്കുകയും ശ്രീവാസൻ പറയുകയും ചെയ്യുന്നതിനിടയിൽ പ്രഭാതം പൊട്ടിവിടർന്നു. അപ്പോൾ അവിടുന്ന് ശ്രീവാസനെ ആലിംഗനം ചെയ്തു തൃപ്തിപ്പെടുത്തി. ശ്ലോകം 241. തബേ ആചാര്യേര ഘരേ കൈല കൃഷ്ണാലീല രുക്മിണി സ്വരൂപ പ്രഭു ആപനേ ഹൈല. വിവർത്തനം. പിന്നീട് കൃഷ്ണലീലകളുടെ ഒരു നാടകം ചന്ദ്രശേഖരാചാര്യന്റെ വസതിയിൽ അരങ്ങേറി. കൃഷ്ണന്റെ രാജ്ഞിമാരിൽ അഗ്രഗണ്യയായ രുക്മിണിയുടെ വേഷം മഹാപ്രഭു സ്വീകരിച്ചു. തുടരട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. തുടർന്ന് വായിച്ചോട്ടെ? വായിച്ചോളൂ. മേ ബി അടുത്ത. ഹരേ കൃഷ്ണ. ശ്ലോകം 242. കബു ദുർഗാ ലക്ഷ്മി ഹയ കബുവ ചിച്ചക്തി ഖാഡേ വസി ഭക്തഗണേന ദില പ്രേമ ഭക്തി. വിവർത്തനം. അവിടുന്ന് ചിലപ്പോൾ ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും യോഗമായയുടെയും വേഷം സ്വീകരിച്ചു. അവിടുന്ന് ഒരു മഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ സന്നിഹിതരായിരുന്ന
ഭക്തന്മാർക്ക് ഭഗവത് പ്രേമം നൽകി. ശ്ലോകം 243. ഏകദിന മഹാപ്രഭുര നൃത്ത അവസാനെ ഏക ബ്രാഹ്മണി അസി ദരീലചരണേ. വിവർത്തനം. ഒരു നാൾ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ നൃത്തം പൂർത്തിയാക്കിയപ്പോൾ ഒരു ബ്രാഹ്മണ പത്നി വന്ന് അവിടുത്തെ ചരണങ്ങൾ പിടിച്ചു. ശ്ലോകം 244. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് മതി. അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഇപ്പൊ പറഞ്ഞ ലീലകൾ ഉണ്ടല്ലോ, നമ്മൾ 200 എവിടെ മുതല് 233 മുതല് നമ്മളിപ്പോ 42 വരെ വായിച്ച പല ലീലകള്. ഒരു ചോദ്യം മനസ്സിൽ വരുന്ന ഇതാണ്, ഇത് ആരാണ് ഈ ലീലകളൊക്കെ വിവരിക്കുന്നത്? ശ്രീവാസ്. ശ്രീവാസ് ഠാക്കൂർ. ശ്രീവാസ് ഠാക്കൂർ. ആരോടാണ് പറയുന്നത്? മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിനോട്. ചൈതന്യ മഹാപ്രഭുവിന് അറിയാത്തതാണോ ഈ ലീലകള്? അല്ല. പിന്നെ എന്തിനാ സമയം വേസ്റ്റ് ചെയ്യുന്നത്? ശ്രീവാസ് ഠാക്കൂർ ഈ ലീലകളൊക്കെ ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞ് ഇതിൽ പറയുന്ന ലീലകളൊക്കെ മഹാപ്രഭു അത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മഹാപ്രഭു ആസ്വദിക്കാനോ? പ്രഭുവിന് അത് ഇഷ്ടമാണ്. ഉം മഹാപ്രഭുവിന് അതിനോടുള്ള ഇഷ്ടം. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമല്ലേ, ഓൾറെഡി അറിവുള്ള കാര്യങ്ങളല്ലേ, അതെങ്ങനെ അത് അറിയുന്ന കാര്യം വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? മഹാപ്രഭു അതിനു വേണ്ടിയിട്ടാണല്ലോ അവതരിച്ചത്. ആ മാധുര്യരസം അനുഭവിക്കാൻ വേണ്ടിയാണല്ലോ അവതരിച്ചത്. ആയിക്കോട്ടെ, പക്ഷെ അത് മഹാപ്രഭുവിന് അറിയാമല്ലോ. മഹാപ്രഭു സ്വയം മനസ്സിൽ ചിന്തിച്ചത് ആസ്വദിച്ചാ പോരെ. എന്തിനാ ശ്രീവാസ് ഠാക്കൂർ പറയുകയും വീണ്ടും ഇതൊക്കെ എന്തിനാ അത്? മറ്റുള്ളവർക്ക് ഒരു മനസ്സിലാവാൻ ഭക്തനിൽ നിന്ന് കേൾക്കാൻ, ഒരു ഭക്തനിൽ നിന്ന് കേൾക്കുമ്പോൾ മറ്റുള്ള ആനന്ദം. നമുക്ക് വേണ്ടിയിട്ട് ആണ് അത് നമുക്ക് ചെയ്തത്. വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ Yes. മഹാപ്രഭുവിന് വേണ്ടിയിട്ടല്ല. ഐ മീൻ നമ്മളെ കൂടുതൽ നമുക്ക് കൂടുതലുള്ള അറിവ് തരാനും കൂടുതൽ ഭഗവാനായിട്ട് അടുക്കാനും കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരം. ഓക്കെ, എനി അതർ ആൻസർ? കൃഷ്ണനെ പറ്റി കേൾക്കുന്നത് ഒരു ഭക്തൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് ആനന്ദകരമാണ്, ഭക്തിയിൽ മുന്നേറാനും സഹായിക്കും. അപ്പൊ മഹാപ്രഭു 34 പറയുന്നുണ്ടല്ലോ, പറയൂ പറയൂ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെയാണ് ഇത് ആസ്വദിക്കേണ്ടത്. തനിയെ ആസ്വദിക്കാൻ പറ്റില്ല, മറ്റുള്ളവരായിട്ട് ചേർന്നേ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കാണിച്ചു. ഹരി ബോൾ. അത് നല്ലൊരു ഉത്തരവാണ്. That is right. ആസ്വദിക്കണമെങ്കിൽ ആര് വേണം? കൂടെ ആൾക്കാർ വേണം, പങ്കിടണം. പറഞ്ഞതാണ് ഞാനല്ല. ബോധയന്ത പരസ്പരം കഥയന്ത. അപ്പൊ അതൊരു കാര്യം. അതായത് നമ്മള് ആസ്വാദനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വീട്ടിൽ ഇരുന്ന് എന്റെ ബുക്ക് വായിച്ചോളാം, ഞാൻ ഭക്തിശാസ്ത്രി ചെയ്തോളാം, ഞാൻ ഇഷ്ടം പോലെ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. പക്ഷെ എന്തായാലും ആസ്വാദനം എപ്പോഴാണ് വർദ്ധിക്കുക? കൂട്ടത്തോടെ ഇരുന്ന് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ ഇത്രയും ചരിതാമൃതം നമ്മൾ സ്വയം വീട്ടിൽ ഇരുന്ന് വായിക്കാൻ ഓരോ ദിവസം, അത് ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ സമയം സ്വയം ഒന്ന് ചെയ്തു നോക്കി. ഒരു ഗ്രൂപ്പ് ഇല്ലാതെ ഒന്ന് ചെയ്ത് നമുക്ക് നോക്കാമോ? ഉറക്കം വരും. എത്ര കാലം നിലനിൽക്കും? വായിക്കില്ല പ്രഭു, വായിക്കില്ല അല്ലേ? പുസ്തകം മേടിച്ച് വെച്ചോണ്ട് ഇരുന്ന ആളാ ഞാൻ. കാലം വായിക്കില്ല, മനസ്സിലാകുകയില്ല. മനസ്സിലാകുകയില്ല. അതെ അതെ അതെ. വായിച്ചിരുന്നാലും ഈ ഒരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്, ഓൾറെഡി വായിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ ചേർന്നവർക്കും അതിന്റെ ആസ്വാദനത്തിന്റെ ലെവല് മാറുന്നത് അറിയാൻ കഴിയും, വർദ്ധിക്കും. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോയമ്പത്തൂര് ബ്രഹ്മചാരി ഹിസ് ഗ്രേസ് അച്യുത ഗോപിനാഥ് പ്രഭു, അദ്ദേഹം ഭക്തിവിനോദ് സ്വാമി മഹാരാജിനോട് ഒരു ഭാഗവതം ക്ലാസ് കഴിഞ്ഞിട്ട്, അത് കൃഷ്ണലീലയുടെ ഏതോ ഒരു ക്ലാസ് ആയിരുന്നു, ഐ തിങ്ക് ദശമസ്കന്ധോ ഏതോ ഒരു
ആ, ശ്ലോകമായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ ഇങ്ങനെ വർണ്ണിച്ച ശേഷം ഐ തിങ്ക് നമ്മുടെ അഘാസുരന്റെ ലീലയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അഘാസുരൻ നമുക്കറിയാലോ, വാ പൊളിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിനകത്തേക്ക് എല്ലാ ഗോപബാലന്മാരും പോകുന്നു. അപ്പോ ആ, എല്ലാരും അകത്തേക്ക് പോകുന്നു. കൃഷ്ണൻ ഇതൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ, ഒരു വണ്ടർലായിൽ കയറുന്ന പോലെ ഒരു എക്സൈറ്റ്മെന്റോടെയാണ് പിള്ളേരൊക്കെ ഇതിനകത്ത് അഘാസുരന്റെ തുറന്ന വായ്ക്കകത്ത് കയറി പോകുന്നത്. ടിക്കറ്റ് ഇല്ലാതെ അകത്ത് ഫ്രീ പ്രവേശനം, വാ തുറന്ന് നിൽക്കുകയാണ്. സോ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണൻ നോക്കിയിരിക്കുന്നു, എല്ലാ ഗോപന്മാരും ഒന്നൊന്നായിട്ട് പോകുന്നു. അപ്പോ അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ആ അഘാസുരനെ കണ്ട സമയത്ത്, അഘാസുരനാണെന്നുള്ള ഭഗവാൻ അറിയാത്തതല്ല, ഭഗവാൻ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് എന്ത് കണ്ടിട്ടാണ്, എന്ത് കാണാതെയാണ് ഇവരൊക്കെ, എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിന്റെ മൃത്യുവിന്റെ മുഖത്തിനകത്തേക്ക് ധൈര്യപൂർവം ഉത്സാഹപൂർവം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഭഗവാൻ ഇരുന്ന് കാണുകയാണ്. എന്നിട്ട് ഭഗവാന് ഒരു നിമിഷം പറയാണ്, സ്വന്തം മായയില് ഭഗവാൻ അത്ഭുതപ്പെടുകയാണ് എന്നാണ് പറയുന്നത് അല്ലെ. എൻ്റെ മായാശക്തിക്ക് എത്ര വൈഭവമുണ്ട് എന്ന് പറഞ്ഞു ഭഗവാൻ അവിടെ എന്താണ് അവിടെ പറയുന്നുണ്ട്. കൃഷ്ണ ഗെറ്റ്സ് ബിവിൽഡേർഡ് എന്ന് പറയുന്നുണ്ട്. മലയാളത്തിൽ എങ്ങനെയാ പറയുക, ഭഗവാൻ പരിഭ്രാന്തനാകുന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി അങ്ങനെയല്ല, എന്നാലും ആ ഒരു ലീലയ്ക്ക് വേണ്ടി ഭഗവാൻ ഒരു നിമിഷം ആ ഒരു വികാരം ഭഗവാൻ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ അഘാസുരൻ ഒറ്റയടിക്ക് അകത്താക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഭാവം. സോ ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഈ പ്രഭു ചോദിച്ചത് മഹാരാജനോട്, ഈ കൃഷ്ണന് ഈ ലീല അറിയില്ലേ? എത്ര എത്ര യുഗങ്ങളിൽ, എത്ര എത്ര ബ്രഹ്മാണ്ടങ്ങളിൽ ഭഗവാൻ ഇതേ ലീല ചെയ്യുന്നു. അഘാസുരൻ ലീല കൃഷ്ണന് പുത്തരിയൊന്നും അല്ല അല്ലെ. കൃഷ്ണൻ ഇത് കണ്ട് കണ്ട് ലീല ചെയ്ത് ചെയ്ത് ഭഗവാൻ അറിയാം ഈ ലീലകൾ. അപ്പൊ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും, അകത്ത് പോയി കഴിഞ്ഞാല് ഓടക്കുഴൽ കൊണ്ട് അല്ലെ ഈ അഘാസുരന്റെ മസ്തകത്തില് ആ ഒരു ഇതിനകത്ത് കുത്തിയിട്ട് അഘാസുരനെ വധിക്കും, ഇതൊക്കെ ഭഗവാൻ അറിയാം. അപ്പൊ ഈ അറിയുന്നതുകൊണ്ട് സസ്പെൻസ്, ഭഗവാന് ഒരു സസ്പെൻസും ഇല്ലല്ലോ ഈ ലീലയില്. നമ്മൾ ഈ കഥ മുഴുവൻ കണ്ട ശേഷം ഒരു സസ്പെൻസ് സിനിമ കാണാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഫ്ലാറ്റ് ആയിരിക്കും അല്ലെ. നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവസാനം നമുക്കറിയാം കഥയുടെ. അപ്പൊ ആ സിനിമ കാണാൻ എങ്ങനെ ഉണ്ടാവും? ത്രില്ല് ഉണ്ടാവുമോ? അപ്പൊ അതാണ് ചോദ്യം, ഭഗവാൻ പിന്നെ എന്തിനാണ് ഈ ലീലകളൊക്കെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം. എന്തെങ്കിലും ഉത്തരം മനസ്സിൽ തോന്നുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രഭു, ഹരേ കൃഷ്ണ. ഞാൻ തന്നെ പറയുന്നു. ഇപ്പൊ ഇന്നലെ പ്രഭു മാതാജി ഒരു ലിങ്ക് ഇട്ടിരുന്നു, ജഗായ് മാതായുടെ നിത്യാനന്ദ ഒരു ഇത് അനിമേഷൻ ഒരു ഇത്. എല്ലാ കഥയും നമുക്കറിയാം, അതിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നെല്ലാം അറിയാം. പക്ഷെ ഞാനത് 2 പ്രാവശ്യം കണ്ടു. അത് നമുക്കറിയാം അതിലെന്തൊക്കെ സംഭവിക്കുമോ. അത് വലിച്ചെറിയും, നിത്യാനന്ദ പ്രഭുവിന്റെ തല പൊട്ടും, ദേഹം ഓടും, ഹരിദാസ് ഠാക്കൂർ ഓടും, എല്ലാം നമുക്കറിയാം. പക്ഷെ അത് നമുക്ക് വീണ്ടും അത് അറിയാമെങ്കിൽ പോലും നമുക്ക് അത് വീണ്ടും കാണാൻ തോന്നി. അത് രസം അവസാനം വരെ. അപ്പൊ അതുപോലെ ഭഗവാൻ ഇങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല, കാണുന്തോറും ആസ്വാദനം, കാരണം ഭൗതിക ആസ്വാദനം പോലെ അല്ലല്ലോ ഇത്. ഇതിനകത്തുള്ള ആനന്ദം വ്യത്യാസമുണ്ട്. അപ്പോ അത് കാണുന്തോറും അത് ആസ്വാദനം കൂടുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഒരു ക്രിക്കറ്റ് മാച്ച് നമ്മളിപ്പോ കാണുകയാണെന്നിരിക്കട്ടെ, ആ മാച്ചിൽ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അല്ലെ. ഇന്നത്തെ കാലത്ത് ഫിക്സ് ചെയ്ത മാച്ചിന്റെ കഥയല്ല പറയുന്നത്. പക്ഷെ ഈ പൊതുവെ ഒരു കളി കാണുന്നു, ഫൈനൽ കാണുന്നു, ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അവസാനം തലനാരിഴ വരെ ജയിക്കാനും, ജയവും തോൽവിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു ബോളിനൊക്കെ ജയിക്കുക, അങ്ങനെയൊക്കെ ആരെങ്കിലും പണ്ടൊക്കെ ക്രിക്കറ്റ് കാണുന്നവരുണ്ടായിരുന്നോ? അതോ മുതലേ പരിശുദ്ധ ഭക്തന്മാരാണോ? കണ്ടിട്ടുണ്ട്, സംഭവം കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എനിക്ക് കൂടെ പറ്റുന്ന ആൾക്കാരാണ്. ശരി. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ ആ ഒരു സസ്പെൻസ്, ഒരു ത്രില്ല് കാരണമാണ് നമ്മൾ അങ്ങനെ ഇരുന്ന് കാണുന്നത്. അവസാനം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആനന്ദം നമുക്ക് അനുഭവിക്കാം. ഇനി തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വിഷാദം അനുഭവിക്കാം. അങ്ങനെ പല രസങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ കൃഷ്ണൻ ഇതൊക്കെ അറിയാമല്ലോ, പിന്നെ എന്ത് രസമാണ് കൃഷ്ണൻ അവിടെ അനുഭവിക്കുന്നത് ആണ് ചോദ്യം.
ഭഗവാൻ അവിടെ പറയുന്നുണ്ടല്ലോ, മായയുടെ ആ ഒരു വൈഭവത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ മായ അത് മറയ്ക്കൂന്നല്ലേ പറയുന്നേ? ഉം. ആ ഓർമ്മ മറയ്ക്കൂന്നല്ലേ പറയുന്നേ? ആരുടെ? കൃഷ്ണന്റെ? അതുകൊണ്ടാണല്ലോ യശോദ മാതാവാണെന്നുള്ള ആ ഒരു ഇത് മറയ്ക്കുന്നത്. ആയിക്കോട്ടെ, കൃഷ്ണന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അല്ല, കൃഷ്ണന്റെ അതേമാതിരി മറയ്ക്കോ? ഭഗവാനും അത് എന്താ മായ മറയ്ക്കുന്ന പറഞ്ഞ ഭഗവാനും അത് പുതിയതായിട്ട് തോന്നുമായിരിക്കാം. ഇത് പ്രഭു, കൃഷ്ണൻ സെയിം ആണ്, പക്ഷെ ലീലയിൽ വരുന്ന മറ്റുള്ളവരെല്ലാം പുതിയ ആൾക്കാരല്ലേ എപ്പോഴും. അങ്ങനെ ആവില്ലേ? അത് നല്ലൊരു പെർസ്പെക്റ്റീവ്. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം പറയട്ടെ. അതായത് ഭഗവാന് 64 ഗുണങ്ങളുണ്ട്. അതിലൊരു ഗുണമാണ് എപ്പോഴും പുതുമയുള്ളത്. അതാണോ? അതുകൊണ്ടായിരിക്കോ? ഏതാ? ഭഗവാന് 64 ഗുണങ്ങളുണ്ട്. അതിലൊരു ഗുണമാണ് എന്നും പുതുമയായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കോ ഭഗവാന്റെ എല്ലാം പുതിയതായിട്ട് തന്നെ തോന്നുക എന്നുള്ളത്? ഹരേ കൃഷ്ണ. ആകാം, പക്ഷെ അതൊരു എക്സ്പ്ലനേഷൻ ആയില്ലല്ലോ. അത് നമ്മള് വ്യക്തമായില്ലല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, നമ്മളെ വീട്ടിലൊരു പുതിയ കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞ കളികളെ കുട്ടിയോടൊപ്പം കളിച്ച് കാണിച്ചു കൊടുത്ത് എൻജോയ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചത് അറിഞ്ഞത് എൻജോയ് ചെയ്ത കളിയാണ് ആ കുട്ടിയോടൊപ്പം നമ്മൾ വീണ്ടും കളിച്ച് എൻജോയ് ചെയ്യുന്നത്. അത് കറക്റ്റ്. സ്വരൂപ് ചൈതന്യ പ്രഭു ശരിക്ക് 100% കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തി. മഹാരാജ തന്നെയാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അതിന്റെ കൂടെ? അത് കറക്റ്റ് ഡയറക്ഷനാണ്. ഭക്തരോടൊത്തുള്ള ലീലയാണ് ഭഗവാൻ ആസ്വദിക്കുന്നത്. അവിടെ അറിവിന് പ്രാധാന്യം വരുന്നില്ല. എക്സാക്ട്ലി, മഹാരാജ് അതാണ് പറഞ്ഞത്. നമ്മൾ സസ്പെൻസ് ആണ് പലപ്പോഴും നമുക്ക് ത്രില്ല് തരുന്നത്. സസ്പെൻസ് എന്നുള്ളത് ഒരു ഭംഗി വാക്കാണ്. വാസ്തവത്തിൽ സസ്പെൻസിനെ നമ്മൾ അജ്ഞാനം എന്നാണ് പറയേണ്ടത്, അല്ലെ? നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മുടെ അജ്ഞാനത്തെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പ്രതീക്ഷ സംഭവിച്ചാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പോയി. സോ ഭഗവാൻ അജ്ഞാനത്തെയോ സസ്പെൻസിനെയോ അല്ല ആസ്വദിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഭഗവാൻ ആ ബന്ധത്തെയാണ്, പ്രേമബന്ധത്തെയാണ് ആസ്വദിക്കുന്നത്. സോ അത് സസ്പെൻസ് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അതല്ല അവിടുത്തെ വിഷയം. ജയ്. ഒരു പരിധി വരെ നമ്മൾ വർഷാവർഷം ദാമോദർ ലീല മാസത്തിൽ 30 ദിവസവും കേൾക്കുന്നു, ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ പോലും അത് മടുക്കുന്നില്ല. പുതിയതായിട്ട് കേൾക്കും. എക്സാക്ട്ലി. അതുകൊണ്ടാണ് മഹാപ്രഭു ഇവിടെ ശ്രീവാസ് ഠാക്കൂറിൽ നിന്ന് കേൾക്കുന്നത്. പിന്നെ രാജേഷ് പ്രഭു പറഞ്ഞതിലും പോയിന്റ് ഉണ്ട്. ഒരേ ലീല നമ്മൾ പല ഭക്തന്മാരിൽ നിന്ന് കേൾക്കുമ്പോൾ അതേ ലീലയുടെ പല ഫ്ലേവേഴ്സ് നമുക്ക് കിട്ടും. ഇനി ഒരേ ഭക്തനിൽ നിന്ന് തന്നെ കേൾക്കുമ്പോഴും ആ ഭക്തന്റെയും ഭക്തി ഡൈനാമിക് ആണ്. അതുകൊണ്ട് അതിലും വെറൈറ്റി വന്നുകൊണ്ടിരിക്കും, അല്ലെ? ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യാൻ തോന്നുന്നു. ഗുരുവായൂരിലെ പാസ് ടൈം ആണ് നാരായണ ഭട്ടതിരിയുടെ. ഇതേ ദാമോദർ ലീലയുടെ മുമ്പ് കല്ലം ഉടയ്ക്കുമ്പോ ഭാഗവതത്തിലുള്ളത് ഭഗവാൻ കല്ലെടുത്ത് വെണ്ണക്കുട ഉടച്ചു എന്നാണ്. പക്ഷെ നാരായണ ഭട്ടതിരി ആ പാസ് ടൈം എഴുതുമ്പോ മത്തെടുത്ത് ഉടച്ചു എന്നാണ് എഴുതുന്നത്. അപ്പൊ അവിടെ പാസ് ടൈം പറയുന്നത് നാരായണ ഭട്ടതിരി നാരായണീയം എഴുതുമ്പോൾ ഓരോ ശ്ലോകം എഴുതുമ്പോഴും ഗുരുവായൂരപ്പനെ നോക്കും. നമ്മൾ അകത്ത് കയറുമ്പോ അറിയാമല്ലോ അദ്ദേഹം ഇരുന്ന് എഴുതിയ ആ സ്ഥലം. അപ്പൊ ഭഗവാനെ നോക്കും, ഭഗവാൻ തലയനക്കി സമ്മതം പറഞ്ഞിട്ടാണ് ഓരോ ശ്ലോകവും നാരായണീയം എഴുതുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് എഴുതുമ്പോ ചിന്തിച്ചു അത്ര ലോജിക്കലായിട്ട്. തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാനയുണ്ട്, അവിടെ മത്തുണ്ട്. ഭഗവാൻ മുറ്റത്ത് പോയി കല്ലെടുത്ത് ഉടയ്ക്കേണ്ട കാര്യം എന്താ? മത്തുണ്ടല്ലോ, അങ്ങനെ തന്നെ എടുത്ത് ഉടച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പക്ഷെ ഭാഗവതത്തിൽ നിന്നൊരു വ്യത്യാസം വന്നപ്പോ അദ്ദേഹം നോക്കി ഭഗവാനെ, ഞാൻ ഇങ്ങനെ എഴുതിയല്ലോ എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, ഞാൻ വേറൊരു ലീലയിൽ മത്തെടുത്ത് ഉടച്ചോളാം, എഴുതിക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ലീലകള് ഭഗവാൻ വീണ്ടും വീണ്ടും ചെയ്തതാണെങ്കിലും അതൊരു നമ്മൾ ഈ സെറോക്സ് കോപ്പി എടുക്കുന്ന പോലെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഹരിബോൾ, നല്ല സെന്റൻസ്. സെറോക്സ് കോപ്പി എടുക്കുന്നത് പോലെ അല്ല ഭഗവാന്റെ ലീലകൾ. ബ്യൂട്ടിഫുൾ, വെരി നൈസ്.
മലയാളത്തിൽ മത്ത് എന്നാണോ പറയാ, കടകോല് എന്നാണോ പറയാ? രണ്ടും പറയും. രണ്ടും പറയാം. മത്ത് രണ്ടും മത്ത് പറയാം. കടകോലും മത്ത് രണ്ടും പറയുന്നു. രണ്ടും പറയാറുണ്ട്. ഉടുപ്പിയിലെ കൃഷ്ണന്റെ പേര് എങ്ങനെയാണ്? കടകോലു കൃഷ്ണ. ഉടുപ്പി കൃഷ്ണൻ അതിന് അങ്ങനെ അതാണല്ലോ. ഉടുപ്പി കൃഷ്ണന്റെ വിഗ്രഹത്തിനെ കുറിച്ച് അറിയാലോ. ആ ഈ കൃഷ്ണൻ ആ, അമ്മ രാവിലെ ഇരുന്ന് ആ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നു, വെണ്ണ എടുക്കുന്നു. ദാമോദര ലീലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ട് ആ, അമ്മയുടെ അമ്മ ഈ പരിപാടിക്ക് നിർത്തി എനിക്ക് പാല് തരൂ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. അമ്മ അത് അത്ര ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് കൃഷ്ണൻ ആ മത്ത് കൈകൊണ്ട് പിടിച്ചു നിർത്തുകയാണ്, ആ ചേണിങ്ങിനെ പിടിച്ചു നിർത്തുകയാണ്. ചേൺ ചെയ്തത് മതി, എനിക്കിനി അറ്റൻഷൻ തരൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ പിടിച്ചു നിൽക്കുമ്പോൾ ആ ഭാവത്തിലാണ് ഉടുപ്പി കൃഷ്ണന്റെ രൂപമുള്ളത്. അതുകൊണ്ടാണ് കയ്യില് അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ അവിടെ മത്ത് കുറേ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഉടുപ്പിയിൽ ഓഫറിങ് കൃഷ്ണന് ആ, അമ്പലത്തിൽ നമുക്ക് മേടിച്ചു കൊടുക്കാം. കുറേ മത്ത്, ചെറിയ സൈസ് വലിയ സൈസ് ഒക്കെ അവിടെ ഉണ്ടാവും. ഉടുപ്പി പോയിട്ട് കുറച്ച് കാലമായി, ഒരു യാത്ര ടൈമായി. ഓക്കെ, നിർത്തിയാലോ? അല്ലെങ്കിൽ 245 വരെ ഒന്ന് വായിച്ചിട്ട് നിർത്തിയാലോ? 2 മിനിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. യെസ് യെസ്. പ്രേക്ഷണേ 244. ചരണേര ദൂരി സൈലയ വാര വാര ദേഖിയ പ്രഭുര ദുഃഖ ഹൈല അപാര. വിവർത്തനം ശീലപ്രപാദയാണ്. ശീലപ്രപാദ വിജയ്. അവൾ അവിടുത്തെ പാദധൂളി വീണ്ടും വീണ്ടും സ്വീകരിച്ചപ്പോൾ ഭഗവാന് അത്യന്തം അസന്തുഷ്ടിയുള്ളവായി. ഭാവാർത്ഥം: ഒരു മഹാവ്യക്തിയുടെ പാദങ്ങൾ തൊടുന്നത് ആ ധൂളി സ്വീകരിക്കുന്ന വ്യക്തിക്ക് വളരെ നല്ലതാണ്. പക്ഷെ ഒരു വൈഷ്ണവൻ ആരെയും തന്റെ പാദധൂളി സ്വീകരിക്കാൻ അനുവദിക്കരുതെന്ന് മഹാപ്രഭുവിന്റെ ഈ അസന്തുഷ്ടി സൂചിപ്പിക്കുന്നു. ഒരു മഹാവ്യക്തിയുടെ പാതാരവിന്ദ ധൂളി സ്വീകരിക്കുന്ന ഒരുവൻ തന്റെ പാപപ്രവൃത്തികൾ ആ മഹാവ്യക്തിയിലേക്ക് മാറ്റുന്നു. ആരുടെ ധൂളിയാണോ സ്വീകരിക്കുന്നത് ആ വ്യക്തി വളരെ ശക്തനല്ലാത്ത പക്ഷം ധൂളി സ്വീകരിക്കുന്ന വ്യക്തിയുടെ പാപഫലങ്ങൾ സഹിക്കണം. അതുകൊണ്ട് സാധാരണഗതിയിൽ അത് അനുവദിക്കരുത്. ചിലപ്പോൾ വലിയ സമ്മേളനങ്ങളിൽ ജനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾ സ്പർശിച്ച് ഇതേ പ്രയോജനം നേടാറുണ്ട്. ഇതുമൂലം ഞങ്ങൾ ചിലപ്പോൾ ചില രോഗികളുടെ ബാധയാൽ ക്ലേശിക്കേണ്ടി വരാറുണ്ട്. കഴിയുന്നിടത്തോളം പുറത്തു നിന്നുള്ള ആരെയും പാദധൂളി സ്വീകരിക്കുന്നതിനായി പാദങ്ങളിൽ സ്പർശിക്കാൻ അനുവദിക്കരുത്. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം മാതൃകയാക്കി ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളതുപോലെ. ശ്ലോകം 245. ശേഷണേ ധന പ്രഭു ഗംഗാദേ പടീല നിത്യാനന്ദ ഹരിദാസാദരി ഉഡായില. വിവർത്തനം ഭാവാർത്ഥം ശീലപ്രപാദനാണ്. ശീലപ്രപാദ് വിജയ്. ആ സ്ത്രീയുടെ പാപപ്രവർത്തികൾ വിഫലീകരിക്കുന്നതിനായി അവിടുന്ന് തൽക്ഷണം ഗംഗയിലേക്ക് ചാടി. നിത്യാനന്ദ പ്രഭുവും ഹരിദാസനും അവിടെ നിന്ന് ഗംഗയിൽ നിന്ന് കരകയറ്റി. ഭാവാർത്ഥം: ശ്രീ ചൈതന്യ മഹാപ്രഭു ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അവിടുന്ന് ഒരു പ്രചാരകന്റെ ഭാഗം അഭിനയിക്കുകയായിരുന്നു. വൈഷ്ണവന്റെ പാദങ്ങൾ സ്പർശിക്കാനും പാദധൂളി സ്വീകരിക്കാനും ഒരു വ്യക്തിയെ അനുവദിച്ചാൽ ധൂളി സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് നല്ലതും ധൂളി സ്വീകരിക്കാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് ദോഷവുമായിരിക്കുമെന്ന് ഓരോ പ്രചാരകനും അറിഞ്ഞിരിക്കണം. കഴിയുന്നിടത്തോളം ഈ രീതി സാധാരണ നിലയിൽ ഒഴിവാക്കേണ്ടതാണ്. ദീക്ഷ സ്വീകരിച്ച ശിഷ്യന്മാര് മാത്രമേ ഈ പ്രയോജനം നേടാൻ അനുവദിക്കാവൂ. മറ്റുള്ളവരെ അനുവദിക്കരുത്. പാപപ്രവർത്തികളിൽ മുഴുകുന്നവരെ പൊതുവെ ഒഴിവാക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നമുക്കിവിടെ നിർത്താം. ഇതിൽ പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മേ ബി ഒരു കാര്യം, ഈ ട്രാൻസ്ലേഷൻസ് ഒക്കെ കുറച്ച് കറക്റ്റ് ചെയ്യണം. ആ സ്ത്രീയുടെ പാപപ്രവൃത്തികൾ വിഫലീകരിക്കുന്നതിനായി, ഒട്ടും സുഖമില്ലാത്തൊരു വാക്ക്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ വാസ്തവത്തിൽ നമ്മൾ കാല് തൊടാൻ അനുവദിക്കാറില്ല അല്ലേ? നമ്മുടെ ഇവൻ സ്പിരിച്വൽ മാസ്റ്റർ ഒക്കെ ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ വരുമ്പോൾ വെറുതെ വന്നിട്ട് എല്ലാവരെയും പാദം തൊടാൻ നമ്മൾ അനുവദിക്കാറില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അത് ചെയ്യരുത്. കാര്യം അവരുടെയൊക്കെ കർമ്മം, ഈ നമസ്കരിക്കുന്നവരുടെ കർമ്മമൊക്കെ, കാല് തൊടുന്നവരുടെ കർമ്മമൊക്കെ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് വരും. അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പലപ്പോഴും ചില ആൾക്കാർ നമസ്കരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ തിലകം കണ്ടിമാലയൊക്കെ ഇട്ടിട്ട്
ഇസ്കോൺ എന്ന് പറയുന്ന പ്രഭുപാദിന്റെ പ്രസ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനം ചിലപ്പോൾ നമ്മളിലേക്ക് തരും. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ആ ബ്രോ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മള് പ്രഭുപാദിനോടും ഗുരുവിനോടും പ്രാർത്ഥിക്കണം. പലതും ചെയ്യാം നമുക്ക്. ഒന്ന്, നമുക്ക് അവിടുന്ന് ഓടിപ്പോവാം. അല്ലെങ്കിൽ ഈ നമസ്കരിക്കുന്നവരോട് പറയാം, ഈ ഭാവാർത്ഥം നിങ്ങൾ വായിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ കർമ്മം തരുന്നു എന്ന് പറഞ്ഞാൽ അവര് 4 വഴക്ക് പറയാം. പിന്നെന്തൊക്കെ ചെയ്യാം? കുറച്ചുകൂടെ കാല് മാറ്റി വെക്കാം. കാര്യമായിട്ട് അടുത്തിരിക്കുന്ന ഡിവോട്ടിയുടെ കാല് വെച്ച് കൊടുക്കും. ഹരേ കൃഷ്ണ പ്രഭു. അതിന് സോക്സ് ഇട്ടാൽ അതുകൊണ്ട് എന്തെല്ലാം കാര്യം ഉണ്ടാവോ? ഇല്ല സോക്സിന്റെ ഉള്ളിൽ കൂടെ കയറും. കർമ്മത്തിന് തടസ്സം വരുമല്ലേ? ഇൻസുലേറ്റർ ആയതുകൊണ്ട് സോക്സ് ഇട്ടിട്ട് വരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. അത് തണുപ്പ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാണ്ട് അത്രയും പ്രതീക്ഷിച്ചില്ല. ഹരേ കൃഷ്ണ. അല്ല, ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ പ്രഭുജി, വൈഷ്ണവരെ നമസ്കരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോഴോ നമ്മളിപ്പോ ഒരു വൈഷ്ണവരെ കാണുന്ന ഉടനെ നമസ്കരിക്കണമെന്നും പറയുന്നുണ്ട്. കാല് പിടിക്കണമെന്നില്ല, അത് നമസ്കരിക്കുന്ന കാല് തൊടുന്നതിന് തുല്യമല്ലേ? ഹരേ കൃഷ്ണ. അല്ല, കാല് തൊടുന്നത് കുറച്ചുകൂടി ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ തൊടാൻ പാടില്ലെന്നേ ഉള്ളു അല്ലേ? നമസ്കരിക്കാം. അപ്പൊ ആരെങ്കിലും നമ്മുടെ കാല് തൊട്ട് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബംഗാളിലോ ഒറീസയിലൊക്കെയാണ് ഇതിന്റെ പ്രത്യേകം. ബംഗാളി ഡിവോട്ടീസ് ആണ് കൂടുതലും ചെയ്യുന്നത്. കാല് കണ്ട ഡൈവ് ചെയ്യും, എന്നിട്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചെയ്യാൻ പറ്റുക. ആ കാല് തൊടാനായിട്ട് ഗുസ്തി നടത്തും. ഗുസ്തി അങ്ങോട്ട് തള്ളി അല്ലേ? സമർപ്പിക്കണം. കോയമ്പത്തൂർ അങ്ങനെ ഒരു ഗെയിം ഉണ്ട് അവിടെ. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. കാല് തൊടുന്ന ശിഷ്ടം കഴിക്കാൻ. അത് പ്രത്യേകിച്ച് കേരളത്തിൽ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നമ്മളോട് വിലക്കിയിരിക്കുകയാണ്. ആ കൾച്ചർ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അല്ല, അത് വേറെ. അത് അവിടെ 1-2 പേരുണ്ട് അങ്ങനെ ഒരു. സോ എന്തായാലും നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് പറയുന്നത്, നമ്മൾ നമ്മുടെ ഗുരുപരമ്പരയെ സ്മരിക്കുക. എന്നിട്ട് ഇത് നമ്മുടേതല്ല, ഇതം നമമ എന്ന് പറഞ്ഞിട്ട്, കൃഷ്ണാജി ഇതം നമമ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൊടുക്കുക. ഇത് എന്റേതല്ല, ഇതം നമമ എന്ന് പറഞ്ഞിട്ട് അത് മുകളിലേക്ക് കൊടുക്കുക. പിടിച്ചു വെച്ചാ പെടും, അതുകൊണ്ട് മുകളിലേക്ക് കൊടുക്കും. ഞാൻ ലാസ്റ്റ് പറയാൻ വന്ന ഇതാണ്. അതായത് ഇവിടെ ഒരു സ്വാമിയുണ്ട് തമിഴ്നാട്ടില്, അറിയാമോന്നറിയില്ല. 10ാമത്തെ അവതാരമായിട്ടാണ് സ്വയം പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് അങ്ങേർക്ക് ഇതൊക്കെ ഉണ്ട് അവരുടെ വെബ്സൈറ്റിലോ ഇതിലൊക്കെ കുറെ ഇതുണ്ട്, ഓഫർ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്ര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ അസോസിയേഷൻ കിട്ടും, ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ഡൊണേഷൻ കൊടുത്താൽ കാല് തൊട്ട് തൊഴാം, നമസ്കരിക്കാന്ന് പറഞ്ഞിട്ട് ഡൊണേഷനും മേടിച്ച് കാലും നീട്ടി കൊടുക്കുന്ന ഒരു സ്വാമി തമിഴ്നാട്ടിലുണ്ട്. കലിയുഗത്തിലെ പുതിയ അവതാരം. അതെ, ആക്ച്വലി പറഞ്ഞാല് അത് ചെയ്യുന്ന സമയത്ത് ആ കാശ് മേടിച്ചതിനുള്ള കർമ്മവും അതുപോലെ കാല് തൊട്ടതിനുള്ള കർമ്മവും GST സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. കൽക്കി ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय. श्रील प्रभुपाद।
ഗുരുദേവ് കി ജയ്. നിതായ് ഗുരു പരമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരി ഹരി ബോൾ. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഡിവോട്ടി 2 ചൈതന്യ ചരിതാമൃതം മലയാളം സെറ്റ് സ്പോൺസർ ചെയ്തിരുന്നു. അത് നമ്മൾക്ക് 2 ഡിവോട്ടീസിന്, ഡിസർവിംഗ് ആയിട്ടുള്ള 2 ഡിവോട്ടീസ് അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊരു സന്തോഷ വാർത്തയാണ്. അപ്പൊ ആ 2 പേർക്കും ഇനി വായനയിൽ പങ്കാളികളാവാൻ പറ്റും ഒരാഴ്ചക്കുള്ളിൽ തന്നെ. ഹരേ കൃഷ്ണ. ഇനിയും ആർക്കെങ്കിലും ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോ സ്വന്തമായിട്ട് വാങ്ങില്ലാന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Thank you very much, Haribo. Thank you. ജയ